റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കണമെന്നല്ല അവര് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അവര് പുറത്താക്കിയോ? അദ്ദേഹം LDF-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ്. LDF-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അല്ലേ മുകേഷ്? അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന് അദ്ദേഹം മന്ത്രിയാവുന്ന. ആണല്ലോ, ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ, ജനങ്ങളെ കളിയാക്കിയല്ലേ. ഞാൻ അവിടെയല്ലേ, ഞാൻ കോൺഗ്രസിനെ കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ? ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ, ഒരു പരാതി പോലും ഇല്ലാതെ ഒരു കാര്യം വന്നപ്പോ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഒരു കത്ത് വന്നപ്പോ ഞങ്ങൾ പുറത്താക്കി അല്ലെ. എല്ലാത്തിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് ആണ് മാതൃകാപരമായ പാർട്ടി. ഇപ്പൊ ആരായി പ്രതിരോധത്തിൽ കേരളത്തിൽ? ഇവരെല്ലാം സംരക്ഷിക്കുന്നവരാരായി? ഈ എല്ലാവർക്കും കുടപിടിച്ചു കൊടുക്കുകയല്ലേ. എന്തുമാത്രം എത്ര പേരെ കുറിച്ചുള്ള പരാതികളാണ് CPM നേതൃത്വത്തിന്റെ കൈ കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ഇനി പോലീസ് പിടിച്ച് കുറ്റക്കാരാക്കിയിട്ട് കുറ്റപത്രം സമർപ്പിച്ച് ജയിലിൽ റേപ്പ് കേസിലെ പ്രതിയെ കൂടെ കൊണ്ടിറക്കല്ലേ. മുഖ്യമന്ത്രി കൈപിടിച്ച് ഉയർത്തുമല്ലേ. എത്ര പേരുണ്ട് മന്ത്രിമാര് ഈ മന്ത്രിസഭയിൽ? ഈ സ്ത്രീ വിഷയങ്ങളിൽ പ്രതികളായ എത്ര പേര് ഈ മന്ത്രിസഭയിലുണ്ട്? മുഖ്യമന്ത്രി ചിലരെ രണ്ടുപേരെയും കൈയൊക്കെ പിടിച്ച് ഉയർത്തിയിരിക്കണ പടം കണ്ടില്ലേ? നാണമുണ്ടോ CPM-ന്? ഇപ്പൊ നാണം കെട്ടിയിരിക്കുകയാണ് CPM കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ. നാണം കെട്ട പാർട്ടിയാണ്. ഇവരെല്ലാം കുടപിടിച്ചു കൊടുക്കുകയും ഇവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. വിദേശമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പോലും അദ്ദേഹം മൂന്നാമത് മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം രഹസ്യമായി പറയുന്നുണ്ടെന്ന്. അതെ, അല്ല, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൂടി CPM പ്രഖ്യാപിച്ചാൽ അത്ഭുതമില്ല. അല്ലേ, പ്രതിപക്ഷം എന്ത് ചെയ്യാന്? ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇന്നലെ ചോദിച്ച ഒന്നുകൂടി ആവർത്തിക്കുക. ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ ഇല്ലേ? അത് ഈ പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലൊരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. ഇപ്പൊ അതിന് പറ്റിയ പണി നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും പ്രതിരോധത്തിൽ ഇപ്പൊ CPM നിൽക്കുകയാണ്. എന്തുമാത്രം ചോദ്യങ്ങൾക്കാണ് CPM ഉത്തരം പറയേണ്ടത്? എത്ര ചോദ്യങ്ങൾക്ക് CPM ഉത്തരം പറയണം? ഞങ്ങള് അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇന്നത്. ഞങ്ങളുടെ അജണ്ട, ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും. ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുകേഷിന്റെ പീഡന തീവ്രത കുറഞ്ഞതാണ്, പാർട്ടി അത് CPM അത് പീഡനമാണെന്ന് അത് വിലയിരുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് അവര് പറഞ്ഞത് യഥാർത്ഥത്തില് അത് പ്രിന്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം. എല്ലാവരും വരുമ്പോ കാണണം, കേരളത്തിലെ എല്ലാവരും. ഇത്രയും CPM നേതൃത്വം അവരുടെ ഈ ക്ലാസുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ ME ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് മുകേഷിന്റെ തീവ്രത കുറവായിരുന്നു, ഇപ്പുറത്തേന് തീവ്രത കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പെർട്ടാണ് ആര്? ME ഗോവിന്ദൻ ചെന്ന് ഈ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ തീവ്രതയെക്കുറിച്ചുള്ള ഇത് കേരളത്തിന് ഒരു വലിയ പുതിയ അറിവാണ് അല്ലെ. അറിവാണ്. അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. എല്ലാ കാലത്തും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പ്രിന്റ് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വെക്കേണ്ട സാധനമാണ് ഈ മുകേഷിന്റെ തീവ്രത കുറവ്. അല്ല, ഏറ്റവും പ്രധാനം രണ്ട് ലൈംഗിക പീഡന കേസുകളിൽ അറസ്റ്റിലായി കുറ്റപത്രം കൊടുത്ത ആളാണ് മുകേഷ് MLA. പക്ഷെ അദ്ദേഹത്തിന്റെ അത് പീഡനമാണെന്ന് CPM വിലയിരുത്തിയിട്ടില്ല എന്നാണ്. അതാ പറഞ്ഞത്. അത് ME ഗോവിന്ദൻ വിലയിരുത്തിയപ്പോ അതിന് തീവ്രത കുറവായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നേക്കുന്നത്. അത് താത്വികമായ ഒരു വിശകലനമാണ് CPM-ന്റെ. മനസ്സിലായല്ലോ? ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് കേരളം. അത്രയും വിചാരിച്ചാൽ മതി. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ അറിയാം ഇതിന്റെയൊക്കെ ജനങ്ങളുടെ തീവ്രത അപ്പൊ മനസ്സിലാവും. ഒരു കാര്യം കൂടി, ഒരു സർവീസുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് K. ജയകുമാറിന്റെ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള നിയമനം അത് ചട്ടവിരുദ്ധമാണ്, അത് ദേവസ്വം നിയമാവലിക്ക് എതിരാണെന്ന് പറഞ്ഞ് ഇപ്പൊ കേസ് കൊടുത്തിരിക്കുകയാണ്. സർവീസുള്ള സീനിയർ ഉദ്യോഗസ്ഥരാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കമന്റ് ചെയ്യാം. ഓക്കെ.
വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. തീവ്രത നോക്കിയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന CPM-ലെ സംഭവത്തേക്കാൾ തീവ്രത ഇതിനാണോ എന്നത് പരിഹാസ രൂപേണ ചോദിക്കുകയാണ് ചെയ്തത്. TS ഹരീഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ഈ രാഹുൽ വിഷയത്തിൽ ഇനി പ്രതികരിക്കേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാർട്ടി എടുത്ത കർശന നടപടി അണികളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തുകയായും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൂടി അവരുടെ പ്രവർത്തനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആരോപണം CPM-ലേക്ക് തിരിക്കാനുള്ള ഈ കോൺഗ്രസിന്റെ നീക്കം ഉണ്ട്. ഇതൊക്കെ എത്ര ഫലപ്രദമായി കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിയുമെന്നൊരു ചോദ്യവും അവശേഷിക്കുന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാണെന്ന് KPCC നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അധികം പ്രതികരിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് നേതൃത്വം എടുക്കാൻ കാരണം. പക്ഷേ അപ്പോഴും രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതായത് കോൺഗ്രസ് ഒരു മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ, ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അത് സമൂഹത്തിന് തന്നെ മാതൃകയാണ് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അപ്പോൾ CPM എന്തു ചെയ്തു എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് മുകേഷുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, മുകേഷിനെതിരെ എന്ത് നടപടിയാണ് CPM സ്വീകരിച്ചത് എന്നുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം എടുത്ത നടപടി അത് പൊതുസമൂഹത്തെയും ഒപ്പം തന്നെ അണികളെയും അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കൂടി കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. പരമാവധി സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പ്രത്യേകിച്ച് ശബരിമല വിഷയവുമൊക്കെ ആവർത്തിച്ച് ക്യാമ്പയിൻ സ്വഭാവത്തിൽ ഉയർത്തിക്കാട്ടുക എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ ഓടുന്ന നായയ്ക്ക് ഒരു മുഴം മുന്നേ എന്ന് പറയുന്നത് പോലെ CPM-ന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധം തീർക്കാൻ എല്ലാ തരത്തിലും ഒരുങ്ങിയിട്ടുമുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം, ഫേസ്ബുക്കിൽ പ്രത്യേകിച്ചും PK ശ്രീമതി അടക്കമുള്ളവരുടെ കമന്റ് ഓഫാക്കി വെച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ കാണുന്നുണ്ട്. പശു ചത്തു മോരിലെ പുളിയും പോയി, ജാമ്യവും നിഷേധിച്ചു, ഇപ്പോൾ രാഹുലിനെ പുറത്താക്കി എന്ന കേമത്തം, ഹൂ കെയേഴ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത്തരത്തിൽ തിരിച്ചും ചോദ്യങ്ങൾ വരും, കോൺഗ്രസ് അത് ഉപയോഗിക്കുമെന്നൊരു ഭയം CPM-നും ഉണ്ടായിരിക്കും അല്ലേ? CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെതിരെ കാര്യമായി തന്നെ ഉപയോഗിക്കുക എന്നുള്ള നിലപാടിൽ മാറ്റമില്ല. അതൊക്കെ തന്നെയാണ് അവരുടെ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ആ പ്രതികരണങ്ങളും ആ മെസ്സേജുകളൊക്കെ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മറുവശത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. അവർ ഇപ്പോൾ പറയുന്നത് പോലെ ഇന്നലെ ഇപ്പോൾ ജാമ്യ ഹർജി നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നു. പക്ഷെ അത് അവർ പറയുന്നു അതൊരു മാതൃകാപരമായ നടപടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും MLA ആയി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനൊപ്പം പറയാം.